കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ സംസാരിച്ചതാണ് ഒരു ചികിത്സാ പിഴവ് 9 വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റേണ്ടി വന്ന സംഭവം. അതിലിപ്പോൾ നടപടി വന്നിരിക്കുകയാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്നും. ചികിത്സാ പിഴവിനെ തുടർന്ന് പാലക്കാട് 9 വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റേണ്ടി വന്ന സംഭവത്തിൽ ഇപ്പോൾ 2 ഡോക്ടർമാർക്ക് സസ്പെൻഷൻ നൽകിയിരിക്കുകയാണ്. ഡോക്ടർ മുസ്തഫ, ഡോക്ടർ സർഫറാസ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. ചികിത്സാ പ്രോട്ടോകോൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട് എന്നാണ് കണ്ടെത്തൽ. ജിബിൻ ജേബിയാണ് വിവരങ്ങളുമായി ചേർന്നത്. ജിബിൻ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസമൊക്കെ എന്ത് നടപടി ഉണ്ടാകും, കുടുംബത്തിന് നീതി കിട്ടുമോ എന്നുള്ള കാര്യത്തിലൊക്കെ പല വിധത്തിലുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. കാരണം പല തോതിൽ സംരക്ഷിക്കുന്ന തരത്തിലേക്കൊക്കെ DMOയുടെ പ്രതികരണമൊക്കെ കണ്ടതാണ്. ഇപ്പോൾ സസ്പെൻഷൻ എങ്കിലും വന്നിട്ടുണ്ടല്ലേ? പൂജ തന്നെയാണ്. ഈ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ 9 വയസ്സുകാരിയുടെ വലത് കൈ മുറിച്ചു മാറ്റിയ സംഭവത്തിലാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. ജൂനിയർ റെസിഡന്റ് ഡോക്ടറായിട്ടുള്ള മുസ്തഫ, ജൂനിയർ കൺസൾട്ടന്റ് ഡോക്ടർ സർഫറാസ് എന്നിവരെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഓഗസ്റ്റ് 24-ാം തീയതിയാണ് കുട്ടിക്ക് കളിക്കുന്നതിന് കൈക്ക് പരിക്ക് പറ്റുന്നത്. ആശുപത്രിയിൽ എത്തിച്ച കുട്ടിക്ക് 24-ാം തീയതിയും 25-ാം തീയതിയും കയ്യിൽ രക്തയോട്ടവും രക്തമർദ്ദവും എല്ലാം കൃത്യമായിരുന്നു എന്ന ഡോക്ടർമാരുടെ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നു. പക്ഷേ 30-ാം തീയതി കുട്ടിയെ വീണ്ടും ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ കുട്ടിയുടെ കയ്യിലേക്കുള്ള രക്തയോട്ടം നിലച്ചിരുന്നതായാണ് കണ്ടെത്തിയിരിക്കുന്നത്. മാത്രമല്ല കുട്ടിയുടെ കയ്യിൽ പഴുപ്പ് കയറുന്ന അവസ്ഥയുണ്ടായി. ഇത് എങ്ങനെയാണ് എന്നുള്ളതായിരുന്നു ചോദ്യം. പക്ഷേ കഴിഞ്ഞ ദിവസം DMOയ്ക്ക് വിദഗ്ധ സമിതി നൽകിയ 3-അംഗ സമിതി നൽകിയ റിപ്പോർട്ടിലും ഇതെങ്ങനെയാണ് സംഭവിച്ചത്, ഈ കുട്ടിയുടെ കയ്യിലേക്കുള്ള രക്തയോട്ടം നിലച്ചതും പഴുപ്പ് കയറിയതും എങ്ങനെയാണ് എന്നുള്ള ഒരു കാര്യത്തിൽ വ്യക്തതയില്ലാത്ത ഒരു റിപ്പോർട്ടാണ് സമർപ്പിച്ചത്. അതായത് ഈ ചികിത്സിച്ച ഡോക്ടർമാരെ വെള്ളപൂച്ചുന്ന തരത്തിൽ അല്ലെങ്കിൽ അവർക്കെതിരെ ഒരു കൃത്യമായ നടപടി ഇല്ലാത്ത ഒരു റിപ്പോർട്ടാണ് സമർപ്പിച്ചിരുന്നത്. ഇതിനെതിരെയാണ് വീണ്ടും കുടുംബം കടുത്ത നിയമ നടപടികളെ മുന്നോട്ട് പോകുന്ന ഒരു രീതിയിലേക്ക് എത്തിയത്. വലിയ രീതിയിലുള്ള ആരോപണം തന്നെ കുട്ടിയുടെ മാതാപിതാക്കൾ ഉന്നയിക്കുന്ന സാഹചര്യമുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ 2 ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്യുന്ന രീതിയിലേക്ക് എത്തിയിരിക്കുന്നത്. പൂജ, ശരി. ജിബിൻ ജേബിയാണ് നടപടിയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഒരു കുഞ്ഞിന്റെ കൈ മുറിച്ചു മാറ്റിയ സംഭവമാണ്. കഴിഞ്ഞ ദിവസം DMOയുടെ ഒക്കെ പ്രതികരണം നമ്മൾ കേട്ടതാണ്. പ്രാഥമിക റിപ്പോർട്ടൊക്കെ നമുക്ക് മുന്നിലേക്ക് വന്നപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാനുള്ള കാരണം, അതിനെക്കുറിച്ച് ആർക്കും ഒരു മിണ്ടാട്ടവുമില്ല. ഒരുപാട് നമ്മൾ ചർച്ച ചെയ്തതാണ്, വിമർശനം ഉയർന്നതാണ്. കുടുംബം കടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ നടപടിയിൽ നിന്നും ഞങ്ങൾ മുന്നിലേക്ക് തന്നെ പോകും, ആ ഒരു പരാതിയുമായിട്ട് മുന്നിലേക്ക് പോകുമെന്ന് കുടുംബം ഉറച്ചു നിന്നു. അങ്ങനെയാണ് ഇപ്പോൾ നടപടി വരുന്നത്. 2 ഡോക്ടർമാർക്കാണ് സസ്പെൻഷൻ കൊടുത്തിട്ടുള്ളത്. ജിബിൻ ജേബിയാണ് വിവരങ്ങൾ നൽകിയത്.